Hi all, welcome to the class. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ മറ്റൊരു ലെക്ചറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്താണ്, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ്, ദെൻ കോസ്റ്റ് ഓഫ് ഡിബഞ്ചർ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്, നമ്മൾ പ്രോബ്ലം ചെയ്തിരുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർസിനെ കുറിച്ചാണ്. നമ്മൾ പ്രോബ്ലത്തിലേക്ക് കിടക്കുന്നതിന് മുൻപ് എന്താണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് നമുക്ക് മനസ്സിലാക്കാം. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഡെപ്റ്റിനേക്കാളും അല്ലെങ്കിൽ ഒരു പ്രിഫറൻസ് ഷെയർസിനേക്കാളും കുറച്ചും കൂടി ഒരു ബുദ്ധിമുട്ടേറിയ ടാസ്ക്, വിച്ച് മീൻസ് അത് ആപ്ലിക്കേഷൻ ലെവലിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടേറിയ ടാസ്ക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇക്വിറ്റി ഷെയർസിന് കിട്ടുന്ന റിട്ടേൺ ഒരിക്കലും തന്നെ കൺസിസ്റ്റൻ്റ് അല്ല എന്നുള്ളതാണ്, ഫിക്സ്ഡ് അല്ല എന്നുള്ളതാണ് പ്രശ്നം. അവർക്ക് കിട്ടുന്നത് അക്കോർഡിംഗ് ടു ദി പ്രോഫിറ്റാണ്, അല്ലേ? പ്രോഫിറ്റിൻ്റെ ബേസിലാണ് നമ്മൾ അവർക്ക് റിട്ടേൺ കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക എന്നത് പ്രിഫറൻസ് ഷെയർസിനേക്കാളും ഡെപ്റ്റിനേക്കാളും ഒക്കെ കുറച്ചും കൂടി ബുദ്ധിമുട്ടേറിയ ടാസ്ക്കാണ്. അപ്പോൾ എന്താണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത്? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ എക്സ്പെക്റ്റഡ് ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഒരു കമ്പനിയുടെ റിയൽ ഓണേഴ്സ് ആയിട്ടുള്ള ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എത്ര രൂപ മിനിമം റിട്ടേൺ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നതാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ്, അതായത് റിയൽ ഓണേഴ്സ്, എത്രയാണ് അതിൽ നിന്നും റിട്ടേൺ പ്രതീക്ഷിക്കുന്നത്, മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ എക്സ്പെക്റ്റഡ് ബൈ ദി ഇക്വിറ്റി ഷെയർസ്. ഓക്കെ, എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നതാണ് അടുത്ത ചോദ്യം. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരുപാട് മെത്തേഡ്സുകളുണ്ട്. അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡ്, ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മെത്തേഡ്, റിയലൈസ്ഡ് ഈൽഡ് മെത്തേഡ്, CAPM എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ. ഓക്കെ, ഇങ്ങനെ ഒരുപാട് മെത്തേഡ്സുകൾ ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. ഇത് ഓരോന്നും നമുക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ, ദെൻ പ്രധാനപ്പെട്ട മെത്തേഡുകളുടെ പ്രോബ്ലംസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടാണ് പോവുക. ഫസ്റ്റത്തത് ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡ്. ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡ് അനുസരിച്ച് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാണുന്നത്, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് അല്ല, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാണുന്നത് ഡിവിഡൻഡ് ഈ ഡിവിഡൻഡ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് ആണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഡെപ്റ്റ് ആണെങ്കിൽ നമുക്ക് ഷുവറാണ് നമ്മൾ എന്താണ് അവർക്ക് കൊടുക്കുന്നത്, ഇൻട്രസ്റ്റ് ആണ്, അല്ലേ? അതിലൊരു കൺഫ്യൂഷൻ വരാനൊന്നുമില്ല. ഇപ്പോൾ ഈവൻ പ്രിഫറൻസ് ഷെയർസിന് പോലും നമ്മൾ ഫിക്സ്ഡ് പെർസെൻറ്റേജാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അതുകൊണ്ട് ഇവിടെ നമ്മൾ എടുക്കുന്ന ഡിവിഡൻഡ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് ആണ്. ഓക്കെ, എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് ആണ്. ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ NP, ഡിവൈഡഡ് ബൈ MP. ഡിവിഡൻഡ് D മീൻസ് D എന്ന് പറയുന്നത് ഡിവിഡൻഡ് ആണ്. MP എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ്. അതായത് ആ ഷെയർസിന് നിലവിലെ മാർക്കറ്റിൽ എത്രയാണ് പ്രൈസ് എന്നുള്ളതാണ് MP എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ചില സമയത്ത് നമ്മൾ MPക്ക് പകരം NP ആണ് എടുക്കുക. എന്താ NP എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നെറ്റ് പ്രൊസീഡിങ്സ്, അല്ലേ? നെറ്റ് പ്രൊസീഡിങ്സ് എന്ന് പറയുന്നത് ചില സമയത്ത് ഇപ്പോൾ ന്യൂ ഇഷ്യൂ ചെയ്ത ഒരു ഇക്വിറ്റി ഷെയർസിനെ സംബന്ധിച്ചിടത്തോളം അതിനൊരിക്കലും MP മാർക്കറ്റ് പ്രൈസ് ഉണ്ടാവില്ല, അല്ലേ? പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഷെയർസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ NP ആണ് എടുക്കുക, നെറ്റ് പ്രൊസീഡിങ്സ് ആണ് എടുക്കുക. നെറ്റ് പ്രൊസീഡിങ്സ് എന്താണെന്ന് മനസ്സിലാവാത്തവർ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കാണുമ്പോഴും കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് കണ്ടപ്പോഴും NP എന്താണെന്ന് പറഞ്ഞിരുന്നു, അല്ലേ? ഫ്ലോട്ടേഷൻ കോസ്റ്റും ഡിസ്കൗണ്ടും എല്ലാം കുറച്ചിട്ടുള്ള എമൗണ്ടാണ് NP എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡിലെ ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. പ്രോബ്ലം ഇതാണ്. എക്സ് ലിമിറ്റഡ് 14,000 ഷെയർസ് ഇഷ്യൂ ചെയ്തു, ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തു. എത്ര രൂപ വെച്ചിട്ടാണ്? 100 ഈച്ച്, 100 രൂപ വെച്ചിട്ട്. അതിൻ്റെ മാർക്കറ്റ്
മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 160 ആണ്, 160 അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. കമ്പനി പെയ്ഡ് ഡിവിഡൻഡ് 12 പെർ ഷെയർ, ഒരു ഷെയർസിന് 12 രൂപ വെച്ചിട്ടാണ് അത് പിന്നെ ഡിവിഡൻഡ് കൊടുക്കുന്നത്. 12 രൂപയാണ് കമ്പനി എക്സ്പെക്റ്റ് ചെയ്യുന്ന ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ദെൻ നമ്മോട് പറഞ്ഞിരിക്കുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ ഇക്വിറ്റി ഷെയർസിൻ്റെ നിലവിലുള്ള നമുക്ക് ഡി എന്ന് പറയുന്നത് എത്രയാണ്? 12 ആണ്. മാർക്കറ്റ് പ്രൈസ് എത്രയാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്? 160 ആണ് അല്ലേ? മാർക്കറ്റ് പ്രൈസ് 160 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷനിലേക്ക് കൊടുത്തു നോക്കാം. 12 കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഈസ് ഈക്വൽ ടു 12 ഡിവൈഡഡ് ബൈ 160 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 7.5%. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത് 7.5% ആണ്. ഇങ്ങനെയാണ് നമ്മൾ ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡ് അനുസരിച്ച് ഒരു പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് നോക്കാം. ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മെത്തേഡ്. ഈ മെത്തേഡ് അനുസരിച്ച് ഒരു ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് ഗ്രോത്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യും. എന്നിട്ട് അതിലേക്ക് ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് ഗ്രോത്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ ഇക്വേഷൻ നേരത്തെ ഇക്വേഷൻ പോലെ തന്നെയാണ്. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാണാനുള്ള മെത്തേഡ് നമ്മൾ ചെയ്യുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മെത്തേഡാണ്. നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മെത്തേഡ്. അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മെത്തേഡാണ്. ഇതൊന്നുമില്ല, കഴിഞ്ഞ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡിനെ പോലെ തന്നെയാണ് ചെയ്യുക. പക്ഷേ പ്ലസ് ഒരു ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഗ്രോത്തും കൂടെ നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യും? ആഡ് ചെയ്ത് കൊടുക്കും എന്നുള്ളതാണ് ഈ മെത്തേഡിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ മെത്തേഡ് അനുസരിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അത് സോൾവ് ചെയ്യാനുള്ള ഇക്വേഷൻ ഇതാണ്. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഈസ് ഈക്വൽ ടു ഡിവിഡൻഡ് പ്ലസ് MP or NP into 100 പ്ലസ് ഒരു ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഗ്രോത്തും കൂടെ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്ത് കൊടുക്കും. ഇതാണ് ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മെത്തേഡ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ് ചെയ്യാൻ. നമുക്കൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. പ്രോബ്ലം നോക്കൂ. എ കമ്പനി പ്ലാൻ ടു ഇഷ്യൂ 100 ന്യൂ ഷെയർസ്. കമ്പനി പ്ലാൻ ടു ഇഷ്യൂ 1000 ന്യൂ ഷെയർസ് ഓഫ് 100 ഈച്ച്. 1000 ന്യൂ ഷെയർസ് ഓഫ് 100 ഈച്ച്. 100 രൂപയുടെ 1000 ഷെയർസ് കമ്പനി ഇഷ്യൂ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഫ്ലോട്ടേഷൻ കോസ്റ്റ് നിങ്ങൾക്കറിയാം, ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഫ്ലോട്ടേഷൻ കോസ്റ്റ് വരും. ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു ബി 5%. ഫ്ലോട്ടേഷൻ കോസ്റ്റ് എത്രയാണ്? 5% ആണ്. ഓക്കെ, ദെൻ പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ദ കമ്പനി പേ ഡിവിഡൻഡ് 10%. കമ്പനി പേ ഡിവിഡൻഡ് 10% കമ്പനി കൊടുക്കും എന്നും പറയുന്നു. ഇനീഷ്യൽ തുടക്കത്തിൽ ആൻഡ് പിന്നീടോ ഗ്രോത്ത് ഓഫ് ഡിവിഡൻഡ് ഈസ് എക്സ്പെക്റ്റഡ് ടു ബി 5%. പിന്നീട് ഒരു 5% എന്ത് ചെയ്യും? ഡിവിഡൻഡ് ഗ്രോത്ത് വരാനുള്ള സാധ്യതയും കൂടി ഉണ്ട്. ഇതാണ് പ്രോബ്ലം. ഡിവിഡൻഡ് എത്രയാണ് പറയുന്നത്? ഡിവിഡൻഡ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആദ്യത്തെ ക്വസ്റ്റ്യൻ എയിൽ ഡിവിഡൻഡ് എത്രയാണ്? ഡിവിഡൻഡ് 10 അല്ലേ? 10% എന്ന് പറയുമ്പോൾ 10 ആയിരിക്കും ഡിവിഡൻഡ്. NP എന്ന് പറഞ്ഞാൽ നെറ്റ് പ്രൊസീഡിങ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് MP ഉണ്ടെങ്കിൽ പിന്നെ MP മാത്രമാണ് എടുക്കേണ്ടത്. ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഒന്നും കുറക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ എടുക്കുന്നത് NP ആണെങ്കിൽ അതിന്ന് ഫ്ലോട്ടേഷൻ കോസ്റ്റോ ഡിസ്കൗണ്ടോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? മൈനസ് ചെയ്യേണ്ടതുണ്ട് അല്ലേ? അപ്പോൾ MP-നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് 5% ആണുള്ളത്. ദെൻ 100 ഫേസ് വാല്യൂ മൈനസ് എത്രയാണ്? 5% ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഇൻറ്റു 100 പ്ലസ് ഗ്രോത്ത് എത്രയാണ്? 5% അല്ലേ? ഇത് ചെയ്തു വരുന്ന സമയത്ത് നമുക്ക് 10.53 പ്ലസ് 5% കിട്ടും. ദെൻ ടോട്ടൽ ചെയ്യുന്ന സമയത്ത് 15.53% ആയിരിക്കും
ഇവിടെ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത് 15.53 ആയിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്ന സമയത്ത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? കമ്പ്യൂട്ട് ദ കോസ്റ്റ് ഓഫ് ന്യൂ ഇക്വിറ്റി ഇഫ് ദ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഓഫ് ഇക്വിറ്റി 150, കറണ്ട് മാർക്കറ്റ് പ്രൈസ് 150 ആവുകയാണെങ്കിൽ എന്തായിരിക്കും കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്നുള്ളതാണ്. നമുക്ക് ബി കാണാം. കറണ്ട് മാർക്കറ്റ് പ്രൈസ് എത്രയാണ്? 150 അല്ലേ. ഡിവിഡൻഡ് ഡി എന്ന് പറയുന്നത് സെയിം തന്നെയാണ് 10. കറണ്ട് മാർക്കറ്റ് പ്രൈസ് എടുക്കുന്ന സമയത്ത് പിന്നെ അതിൽ എന്ത് ചെയ്യരുത്? ഫ്ലോട്ടേഷൻ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി പോകരുത്. മാർക്കറ്റ് പ്രൈസ് എടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ മാർക്കറ്റ് പ്രൈസ് മാത്രം എടുക്കണം. ദെൻ മാർക്കറ്റ് പ്രൈസ് തന്നിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് പ്രൈസ് തന്നെ എടുക്കണം. 10 ഡിവൈഡഡ് ബൈ 150 ഇൻറ്റു 100 പ്ലസ് ഗ്രോത്ത് റേറ്റ് ആയിട്ടുള്ള 5% അല്ലേ. ദെൻ ഇതിലെ വ്യത്യാസം എന്താണ്? ഇതിൽ മാർക്കറ്റ് പ്രൈസ് തന്നതുകൊണ്ട് നമ്മൾ മാർക്കറ്റ് പ്രൈസ് ആണ് ഇതിലെടുക്കുക എന്നൊരു വ്യത്യാസം മാത്രമേ ഇത് തമ്മിലുള്ളൂ, ഈ രണ്ട് ക്വസ്റ്റ്യൻസ് തമ്മിലുള്ളൂ. ഓക്കെ, എത്രയാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്? 5% കൊടുക്കണേ, ഇത് പെർസെൻറ്റേജ് ആണ്. ദെൻ 6.67% plus 5%. That means 11.67%. 11.67%. ഇതായിരിക്കും എന്ത്? ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മെത്തേഡ് അനുസരിച്ച് പ്രോബ്ലം ചെയ്യുന്നത്.